ടൈപ്പ് ഓഫ് സിഗ്നലാണ് എനർജി ആൻഡ് പവർ സിഗ്നൽ. ഓക്കെ, അപ്പം നമുക്കിത് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ തന്നേക്കും. ഇക്വേഷൻ തന്നെ ഒരു സിഗ്നൽ എന്നിട്ട് അത് എനർജി ആണോ പവർ സിഗ്നൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എനർജി ആൻഡ് പവർ. അതായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം അറിയേണ്ടത് എന്താണ് എനർജി സിഗ്നൽ, എന്താണ് പവർ സിഗ്നൽ. ഓക്കെ, സി ഇപ്പം ഈ ഇക്വേഷൻസ് ആദ്യം നോക്കാം. ഓക്കെ, സി ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ഇക്വേഷൻ നോക്കി, ഇതാണ് ടോട്ടൽ എനർജി. ഓക്കെ, ടോട്ടൽ എനർജി ഇൻ ദ കേസ് ഓഫ് എ കണ്ടിന്യൂസ് ടൈം domain, continuous time system ആണ്. will be equal to limit t tends to infinity integral minus t to t x of t the whole square absolute value square dt in joules ആയിരിക്കും കിട്ടുന്നത്. എനർജി എല്ലാം ഇപ്പോൾ ജൂൾസിലായിരിക്കും. ഈ സെയിം ടോട്ടൽ എനർജി ഇൻ ഡിസ്ക്രീറ്റ് ടൈം ഡൊമൈനിൽ നമ്മൾ പറയുന്ന സമയത്ത് നോക്കി. ഓക്കെ, ഈ ഇൻ്റഗ്രേഷൻ മാറി എന്താണെന്ന് സമ്മേഷൻ ആയിട്ട് മാറും. സോ ഈ വിൽ ബി ഈക്വൽ ടു സമ്മേഷൻ n will be ranging from minus infinity to infinity x of n whole square എന്ന് കിട്ടും. അതും ജൂൾസിലായിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ആണ് നമ്മൾ ആവറേജ് പവർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ആവറേജ് പവർ ഇൻ കണ്ടിന്യൂസ് ഡൊമൈൻ ആണ് P വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി. ഇത് ഈ ഇക്വേഷനില്ലേ എനർജിയുടെ ഈക്വേഷനിൽ നമ്മളിവിടെ 1/2t കൂടെ ഇട്ടാൽ മതി. ബാക്കി സെയിം ആണ്. അപ്പോൾ നോക്കിയാൽ ലിമിറ്റ് t ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻ്റഗ്രൽ മൈനസ് t to t x of t the whole square dt ഇൻ വാട്ട്സ് ആയിരിക്കും കിട്ടുന്ന പവർ അല്ലേ. ഇനി സെയിം തിങ് ഇൻ ദ കേസ് ഓഫ് എ ഡിസ്ക്രീറ്റ് ഡൊമൈൻ നോക്കിയാൽ dtsൻ്റെ കേസിലാണ് P വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇത് ഈ ഇക്വേഷനായിട്ട് സിമിലർ ആണ്. ലിമിറ്റ് എന്തുകൂടെ വരും ഇവിടെ 1/2n + 1 കൂടെ വരും. ഓക്കെ, എന്നിട്ട് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി കൂടെ വരും. അത്രേ ഉള്ളൂ. അപ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 സമ്മേഷൻ n റേഞ്ചിങ് ഫ്രം -infinity to infinity x of n whole square. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ, ടോട്ടൽ എനർജി, ആൻഡ് ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ എന്താണ് ആവറേജ് പവർ. ഓക്കെ, ഇനി ഒരു സിഗ്നൽ എനർജി സിഗ്നൽ ആണെന്ന് പറയണമെങ്കിൽ ആദ്യം ഫൈൻഡ് ദി ടോട്ടൽ എനർജി. ഇപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ കേസിൽ, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ആ കേസിൽ ഫൈൻഡ് ദി ടോട്ടൽ എനർജി ആൻഡ് ഇത് ചെയ്ത് കിട്ടുന്ന സമയത്ത് നമുക്കൊരു ഫൈനൈറ്റ് അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ കിട്ടണം. അതേപോലെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടുപിടിക്കണം, ഫൈൻഡ് ദി വാല്യൂ ഫോർ ആവറേജ് പവർ. അപ്പം നോക്കി Pൻ്റെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഫൈൻഡ് പവർ, ആ പവർ ഷുഡ് ബി ഈക്വൽ ടു 0. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വി ക്യാൻ സേ ദാറ്റ് ദി സിഗ്നൽ ഇസ് എ എനർജി സിഗ്നൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സെയിം സംഭവിച്ച് കണ്ടുപിടിക്കുന്ന സമയത്ത് ടോട്ടൽ എനർജി നമുക്ക് ഇൻഫിനിറ്റി കിട്ടുകയാണ്. ഓക്കെ, ആൻഡ് ആവറേജ് പവർ P എന്ന് പറയുന്ന ഒരു ഫൈനൈറ്റ് അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വി സേ ദാറ്റ് ദ സിഗ്നൽ ഇസ് എ പവർ സിഗ്നൽ. അത്രയുള്ള വ്യത്യാസം. ഓക്കെ, നമുക്കിനി ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുള്ള നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് ഫൈൻഡ് ദി ടോട്ടൽ എനർജി, ഫൈൻഡ് ദി ടോട്ടൽ പവർ. കണ്ടിന്യൂസ് ആണെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക, ഡിസ്ക്രീറ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ യൂസ് ചെയ്യുക. സോ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, x of t equal to sin square omega naught t. ഇപ്പോൾ സൈൻ സ്ക്വയർ സിഗ്നൽ ആണ്, സ്ക്വയർഡ് സൈൻ സിഗ്നൽ ആണ്. സൈൻ സിഗ്നൽ എന്താണ്? ഇറ്റ് ഈസ് എ പീരിയോഡിക് സിഗ്നൽ അല്ലേ. സൈൻ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർഡ് ഫോം എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. സോ ദിസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ഇറ്റ് ഈസ് എ പീരിയോഡിക് സിഗ്നൽ. ആൻഡ് ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു എനർജി സിഗ്നൽ. ഓക്കെ, നോൺ പീരിയോഡിക് സിഗ്നൽസ് എല്ലാം മിക്കവാറും കേസിൽ എനർജി സിഗ്നൽസ് ആയിരിക്കും. ആൻഡ് പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത് മിക്കവാറും കേസിൽ അത് പവർ സിഗ്നൽസും ആയിരിക്കും. മനസ്സിലായപ്പോൾ ഓൾറെഡി നമുക്ക് സിഗ്നൽ എന്താണെന്ന് പീരിയോഡിക് ആണോ നോൺ പീരിയോഡിക് ആണെന്ന് അറിയാമെങ്കിൽ വി ക്യാൻ പ്രെഡിക്റ്റ് ഇറ്റ്. ഇവിടുത്തെ കേസിൽ എന്താണ്? ദിസ് ഇസ് എ പീരിയോഡിക് സിഗ്നൽ. സോ ഇറ്റ് ക്യാൻ ബി എന്താണ് ഒരു പവർ സിഗ്നൽ. ഓക്കെ, സോ ദിസ് ക്യാൻ ബി പവർ സിഗ്നൽ. അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ പവർ സിഗ്നൽ ആണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എഗെയിൻ ഇയും പിയും ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെയും കണ്ടുപിടിക്കാം. നമുക്ക് ആവറേജ് പവർ പി കണ്ടുപിടിക്കാം. സോ ഫൈൻഡിങ് ദ വാല്യൂ ഫോർ പവർ, പി വിൽ ബി ഈക്വൽ ടു ഫോർമുല എന്താ വരുന്നത്? ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t integral minus t to t x of t the whole square dt അല്ല ഇങ്ങനെയല്ല വരുന്നത് ആണല്ലോ. നമുക്കിനി സോൾവ് ചെയ്യാത്. അപ്പോൾ സോൾവ് ചെയ്യുന്ന സമയത്ത് വാട്ട് ഇസ് എക്സ് ഓഫ് ടി? എക്സ് ഓഫ് ടിക്ക് വരെ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്ലേസിൽ സൈൻ സ്ക്വയർ അല്ലേ, സൈൻ സ്ക്വയർ ഒമേഗ നോട്ട് ടി ആണ് വരേണ്ടത്. ഇനി സൈൻ സ്ക്വയർ ഒമേഗ നോട്ട് ടി ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആബ്സലൂട്ട് വാല്യൂ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് എ റിയൽ വാല്യൂ ഇക്വേഷൻ അല്ലേ. അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, റിയൽ വാല്യൂഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ മാറ്റിയിട്ട് സൈൻ സ്ക്വയർ ഒമേഗ നോട്ട് ടി ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് സൈൻ റേസ് ടു 4 ഒമേഗ നോട്ട് ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സൈൻ റേസ് ടു 4 ഒമേഗ നോട്ട് ടി നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും? ബൈ ട്രിഗണോമെട്രിക് ഫോർമുല വി ക്യാൻ യൂസ് ഇറ്റ് ആസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഉണ്ട്. ഇൻ്റഗ്രലിനകത്ത് എന്ത് വരും? നമുക്ക് 3 മൈനസ് 4 cos 2 omega naught t plus cos 4 omega naught t എന്ന് വരും ഇൻറ്റു dt. ഓക്കെ, നമുക്ക് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം? ഈ നമുക്ക് ലിമിറ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, ഈ ഒരു ഇൻറ്റഗ്രേഷൻ എക്സ്പാൻഡ് ചെയ്യാം. സോ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t the whole divided by
8 കൂടെ വരും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻറ്റിഗ്രേഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഈ 1/2t ഇൻറ്റഗ്രൽ 3/8 dt. നെക്സ്റ്റ് ടൈം എന്താണ്, മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റഗ്രൽ 4/8 കോസ് 2 ഒമേഗ ടി dt, ഒമേഗ നോട്ട് ടി dt. സിമിലർലി ലാസ്റ്റ് ടൈം എന്താണ്, പ്ലസ് ലിമിറ്റ് t tends to infinity 1/2t integral cos 4 omega naught t divided by 8 into dt എന്ന് കിട്ടും. ഇനി ഇവിടെ നോക്കിയത് ഈ രണ്ട് ടേം ഇറ്റ് ഇസ് റേഞ്ചിങ് ഫ്രം -t to t, ഇവിടെ -t to t. ഒരു കോസ് ടേം ഓക്കെ ഓവർ ഒരു ഹോൾ സൈക്കിൾ, ഓക്കെ ഒരു ഹോൾ സൈക്കിളിൻ്റെ വാല്യൂ നമ്മൾ എന്താ പറഞ്ഞാൽ ഈക്വൽ ടു 0. അതായത് ഈ ടേമും രണ്ടും 0 ആയിരിക്കും. സോ വാട്ട് വിൽ ബി ദി ആൻസർ വിൽ ബി ഈക്വൽ ടു ഇവിടെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 1/2t 3/8 ഇൻ്റർവൽ dt എന്തായിട്ട് മാറും t, ആൻഡ് ദ t ഈസ് റേഞ്ചിങ് ഓവർ ദി ഇൻ്റർവൽ -t to t വരെ അല്ലേ. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, t + t, അതായത് 2t എന്ന് കിട്ടും അല്ല. അപ്പോൾ ദിസ് ഇസ് ഈക്വലൻ ടു എന്താണ്, റൈറ്റിംഗ് 2t. അപ്പോൾ ഈ 2t ക്യാൻസൽ ആവും. സോ 3/8 t വാല്യൂ ഇല്ല, സോ 3/8 എന്ന് കിട്ടും. ഈ ലിമിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ പവറിൻ്റെ വാല്യൂ നോക്കിയാൽ ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ, റൈറ്റ്, ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് വാല്യൂ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലേ, പവർ കണ്ടുപിടിച്ചപ്പോൾ ഫൈനൈറ്റ് ആയി. ഇനി എന്തും കൂടെ വേണം, വി ഹാവ് ടു ചെക്ക് ഫോർ ദി ടോട്ടൽ എനർജി ഓൾസോ. ഓക്കെ, സോ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ്, എനർജി വിൽ ബി ഗിവൺ ബൈ ദി ഫോർമുല ദിസ് വൺ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ സെയിം ഇക്വേഷനിൽ ഈ 1/2t ടേം മാത്രം കാണത്തില്ല, ബാക്കി എല്ലാം സെയിം അല്ലേ. അപ്പം നോക്കിയാൽ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ x of t the whole square, അതായത് നമുക്ക് എന്ത് കിട്ടും, sin raised to 4 omega naught t into dt എന്ന് കിട്ടും. ഇനി സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം സ്റ്റെപ്സ് സോൾവ് ചെയ്യേണ്ടത്. ഫൈനലി എന്ത് കിട്ടും, നമുക്ക് ഈ 1/2t ഈ ഒരു ടേം മാത്രം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ സ്റ്റെപ്പ് സെയിം അല്ലേ, എല്ലാം ചെയ്യണം. എന്നിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ നോക്കി നമുക്ക് എന്ത് കിട്ടും, ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 3/8 into 2t എന്ന് കിട്ടും അല്ലേ, ഇതുവരെ കിട്ടും. ഈ ഒരു ടേം ഉണ്ടാകത്തില്ല. ഇനി നോക്കി വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടും, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 3/8 കോമൺ ആണ്. ആൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി 2t എന്ന് പറയുമ്പോൾ എന്താണ്, ഈ t എന്ന് പറയുന്ന വാല്യൂക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഇൻഫിനിറ്റി കൊടുക്കണം. സോ അടുത്ത സ്റ്റെപ്പിൽ 3/8 into 2 into tക്ക് പകരം ഇൻഫിനിറ്റി. എനി നമ്പർ ഇൻറ്റു ഇൻഫിനിറ്റി എന്താണ്, ഇൻഫിനിറ്റി. സോ എനർജി ഈസ് എ ഇൻഫിനിറ്റ് വാല്യൂ. ഇവിടെ എന്താ കിട്ടിയത്, എനർജി ഈസ് എൻ ഇൻഫിനിറ്റ്. സോ എനർജി ഇൻഫിനിറ്റ് ആണ് അല്ലേ, ആൻഡ് പവർ ഫൈനൈറ്റ് വാല്യൂ ആണെങ്കിൽ വാട്ട് ഷുഡ് വി സേ അബൌട്ട് ദ സിഗ്നൽ, ഇറ്റ് ഇസ് എ പവർ സിഗ്നൽ. ഓക്കെ, ദ സിഗ്നൽ ഇസ് എ പവർ സിഗ്നൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഒരു സിഗ്നൽ എനർജി ആണോ പവർ ആണോ. ഇനി സെക്കൻഡ് സിഗ്നൽ നോക്കൂ, എക്സ് ഓഫ് ടി ഈക്വൽ ടു റെക്ട് ഓഫ് ടി ഡിവൈഡ് ബൈ 2. അപ്പോൾ എന്ത് സിഗ്നൽ ആയത്, റെക്ട് ഓഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ റെക്ടാങ്കുലർ സിഗ്നൽ. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും, ഇറ്റ് ക്യാൻ ബി ഡ്രോൺ ആസ്, ഇപ്പോൾ റെക്ടാങ്കുലർ സിഗ്നലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, റെക്ടാങ്കുലർ സിഗ്നൽ ഓഫ് ടി ബൈ 2 ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു, ഇറ്റ് വിൽ ബി ഹാവിങ് എ വാല്യൂ 1 ഇൻ ബിറ്റ്വീൻ ദ റേഞ്ച് എന്താണ്, -2/2 ലെസ് ദാൻ ടി ലെസ് ദാൻ 2/2 ആൻഡ് 0 അതർവൈസ്. എന്ന് പറയുമ്പോൾ see this is my x axis and y axis. അപ്പോൾ നമ്മുടെ x ആക്സിലെ ഈ റേഞ്ചിൽ -2/2 to 2/2 എന്ന് പറയുന്ന റേഞ്ചിൻ്റെ അകത്ത് നമുക്ക് ആംപ്ലിറ്റ്യൂഡ് 1 ഉള്ളൊരു സിഗ്നൽ കാണും. സോ ദിസ് ഇസ് മൈ റെക്ടാങ്കുലർ സിഗ്നൽ. ഓക്കെ, ഇനി ബാക്കിയുള്ള സ്ഥലത്തും വാല്യൂ 0 ആണ്. ഇനി നോക്കുമ്പോൾ തന്നെ ഈസ് ദിസ് എ പീരിയോഡിക് സിഗ്നൽ ആണോ, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ ഒരു കോൺസ്റ്റന്റ് ലെവലിൽ, ഇല്ല. ഇത് ഇവിടെ ഉണ്ട്, പിന്നെ ഇല്ല, ബാക്കിയുള്ള സ്ഥലത്ത് 0 ആണ്. സോ ദിസ് ഇസ് എ നോൺ പീരിയോഡിക് സിഗ്നൽ. ഓക്കെ, ആൻഡ് വാട്ട് ഡു വി നോ അബൌട്ട് നോൺ പീരിയോഡിക് സിഗ്നൽ, നോൺ പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുമ്പോൾ മോസ്റ്റ് കോമൺലി അവരെന്താണ്, ദേ വിൽ ബി എനർജി സിഗ്നൽസ്. അപ്പോൾ എനർജി ആണോ ഇല്ല നമുക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ പവർ ആണ് നോക്കാം നമുക്ക്. ഓക്കെ, സോ അതിനെന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഫൈൻഡ് ദി എനർജി. ഓക്കെ, എനർജി ഫൈനൈറ്റ് വാല്യൂ കിട്ടണം. സോ എനർജിയുടെ ഇക്വേഷൻ എന്താണ്, ഇത് കണ്ടിന്യൂസ് ടൈം ആണ്. സോ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ -t to t എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഇൻറ്റു dt അല്ലേ. ഇനി എക്സ് ഓഫ് ടിയുടെ വാല്യൂ, ദിസ് ഇസ് മൈ സിഗ്നൽ എക്സ് ഓഫ് ടി അല്ലേ. ഈ സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്, ആംപ്ലിറ്റ്യൂഡ് 1 ആണ് ഈ റേഞ്ചിൽ ആണല്ലോ. സോ വാല്യൂ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻറ്റഗ്രൽ റേഞ്ച് എന്താണ്, -2/2 to 2/2. അപ്പോൾ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എത്രയാണ്, 1. സോ 1 സ്ക്വയർ ഇൻറ്റു dt വിൽ ബി ഈക്വൽ ടു എന്താണ്, 1 ആയിരിക്കും കിട്ടുന്നത്. ഇനി ഇത് ഈ ഇൻറ്റഗ്രൽ സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്, 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 തന്നെയല്ലോ. അപ്പോൾ ഈ ഒരു വാല്യൂ ഇല്ല. സോ ഇൻറ്റഗ്രൽ dt എന്ന് പറയുമ്പോൾ t ഓവർ ദ റേഞ്ച് -2/2 ഇങ്ങനെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി ടി ഓവർ ദ റേഞ്ച് -2/2 to 2/2. അതായത് എന്ത് കിട്ടും, ഇവിടെ 2/2 + 2/2 എന്ന് പറയുമ്പോൾ 2/2 ടോ എന്ന് കിട്ടും അല്ലേ, വിൽ ബി ഈക്വൽ ടു ടോ എന്ന് കിട്ടും.
ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. ടി ടേം ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ദിസ് വിൽ ബി ഈക്വൽ ടു ടോ ഇറ്റ്സെൽഫ് വിച്ച് ഇസ് എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടി. നെക്സ്റ്റ് നമുക്ക് ആവറേജ് പവർ കണ്ടുപിടിക്കണം വിച്ച് ഷുഡ് ബി ഈക്വൽ ടു 0. ഓക്കെ, സോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് പവർ. പവറിൻ്റെ കേസിൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമ്മൾ ചെയ്ത സെയിം വേ. ഓക്കെ, ഇവിടെ ചെയ്ത സെയിം വേ. അതിൻ്റെ പകരം എന്ത് ചെയ്യണം? ഇവിടെ നമുക്കൊരു 1/2t കൂടെ ഇടണം. അപ്പോഴല്ലേ പവർ ആവുന്നത്. സെയിം ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ചെയ്ത് വരുന്ന സമയത്ത് സെയിം സ്റ്റെപ്പ് ഇവിടെ നോക്കാം. ഓക്കെ, ഈ സ്റ്റെപ്പാണ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി എന്തും കൂടെ വരും 1/2t ഇൻറ്റു ടോ എന്നും കൂടെ വരും അല്ലേ. ഇനിയിപ്പോൾ ഇവിടെ നോക്കി ഇവിടെ ടോ/2t അല്ലേ. അപ്പോൾ ടിക്ക് നമുക്ക് ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ. സോ വിൽ ബി ഈക്വൽ ടു ഇവിടെ ടോ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഇൻഫിനിറ്റി. എനി ടേം ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി 1/ഇൻഫിനിറ്റി എത്രയാണ്? 0 ആണ്. സോ എനി ടേം ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 ജൂൾസ് ആയിരിക്കും. ഓക്കെ, സോറി 0 വാട്ട്സ് ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ടോ ജൂൾസ് ആയിരിക്കും. So power is a zero value, energy is a finite value. So what should we say about this signal? This is a energy signal. Non-periodic ആയിരുന്നില്ലേ, അത് energy signal ആയില്ലേ. സോ അതാണ് പ്രോപ്പർട്ടി. ഓക്കെ, മിക്ക കേസിൽ അങ്ങനെ ആയിരിക്കും. സോ ഫോർത്ത് ടൈപ്പ് ആണ് കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്. ആക്ച്വലി 3 ടൈപ്പ് ഉണ്ട്. കോസൽ, നോൺ കോസൽ ആൻഡ് ആൻറ്റി കോസൽ ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ആണ് വാട്ട് ആർ കോസൽ സിഗ്നൽസ്. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ സിഗ്നൽസ് വിച്ച് എക്സിസ്റ്റ് ഓൺലി ഫോർ ദി പോസിറ്റീവ് ടൈം, അതായത് ടി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഈ ആക്സിസിൽ, പോസിറ്റീവ് ആക്സിസിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നലാണ് നമ്മൾ എന്താ പറയുന്നത്? കോസൽ സിഗ്നൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ u(t) സിഗ്നൽ അതെങ്ങനെയാണ് വരുന്നത്? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, 0ൽ സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന സിഗ്നൽ അല്ലേ. സോ ഇറ്റ് ഇസ് എ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. എന്താണ്? നമുക്ക് കോസൽ സിഗ്നൽ ആണ്. രണ്ടാമത്തെ ടൈപ്പാണ് വാട്ട് ആർ ആൻറ്റി കോസൽ സിഗ്നൽ. ആൻറ്റി കോസൽ എന്ന് പറയുമ്പോൾ ദോസ് ആർ സിഗ്നൽസ് വിച്ച് എക്സിസ്റ്റ്, ഇപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, വിച്ച് എക്സിസ്റ്റ് ഓൺലി ഫോർ ദി നെഗറ്റീവ് ടൈം ആക്സിസ്. എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ്? u(-t) അതെങ്ങനെയാണ് പോകുന്നത്? 0 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്ന സിഗ്നൽ അല്ലേ. സോ ദോസ് ആർ ദി ആൻറ്റി കോസൽ സിഗ്നൽ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് നോൺ കോസൽ. നോൺ കോസൽ എന്ന് പറയുമ്പോൾ ദോസ് ആർ സിഗ്നൽസ് വിച്ച് വിൽ എക്സിസ്റ്റ് ഫോർ ബോത്ത് ദി ടൈം. നമ്മുടെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആക്സിസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിഗ്നൽസിനാണ് ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും, ഇവിടെയും എക്സിസ്റ്റ് ചെയ്യും. അതാണ് എന്ത് പറയുന്നത്? ദോസ് ആർ കോൾഡ് ആസ് ദി ആൻറ്റി കോസൽ സിഗ്നൽസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. പല സിഗ്നൽസ് വന്നിട്ട് ചെക്ക് വിത്ത് ദി സിഗ്നൽസ് ആർ, ചെക്ക് ദി കോസാലിറ്റി ഓഫ് ദ സിസ്റ്റം ചോദിക്കും. അല്ലെങ്കിൽ ചെക്ക് വിത്ത് സിസ്റ്റംസ് ആർ, സിഗ്നൽസ് ആർ കോസൽ ആണോ ആൻറ്റി കോസൽ ആണോ അങ്ങനെയും ചോദിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെക്ക് ഫോർ കോസാലിറ്റി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് x(t) ഈക്വൽ ടു എന്താ കിട്ടിയിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് sin(2t) u(t). കോമ്പിനേഷൻ ആണ്, സിംഗിൾ സിഗ്നൽ അല്ല. അപ്പോൾ നമുക്ക് sin(2t) സിഗ്നൽ എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. ദിസ് ഇസ് ആ സൈൻ സിഗ്നൽ അല്ല, ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ ബോത്ത് ദി ടൈം ആക്സിസ്. അതേപോലെ u(t) എന്താണ്? u(t) ഇസ് എ സിഗ്നൽ നമുക്കറിയാം, അത് പോസിറ്റീവ് ആക്സിസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടുത്തെ വാല്യൂ 0 ആണ്. ആൻഡ് ഇഫ് ദിസ് ഇസ് 1 ആണെങ്കിൽ ഈ 3 ഇവിടെ എന്ത് വാല്യൂ ഉണ്ടെങ്കിലും 0യോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 കിട്ടത്തുള്ളൂ. സോ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്ന സിഗ്നൽ എന്തായാലും ഈ t<0ൽ നമുക്ക് വാല്യൂ 0 ആയിരിക്കും. ആൻഡ് ഇവിടെ എന്തായിരിക്കും? ഇതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ദ ബൈ പ്രോഡക്റ്റ് സിഗ്നൽ x(t) വിൽ എക്സിസ്റ്റ് ഓൺലി ഫോർ എന്താണ്? t ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഈ ഒരു ഡൊമൈനിൽ. Okay, and we know that signals which exist only for the positive axis are called as causal signals. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? These are causal signal എന്ന് പറയാം. Okay, second one നോക്കി, x(t) equal to 2 into u(-t). u(-t) എങ്ങനെയാണ് പോകുന്നത്? See, this is a signal അല്ലേ, u(-t) ആണ്. അപ്പോൾ 2 into എന്ന് പറയുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്ന സിഗ്നൽ. അപ്പോൾ ഇതെന്താണ്? ഇവിടെ പോസിറ്റീവ് ഇല്ല, നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ്? This is a anti-causal signal. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് നോക്കിയേ, x(t) equal to 3 sin(2t). ഓക്കെ, 3 into സിങ്ക് സിഗ്നൽ ആണ്. സിങ്ക് എങ്ങനെയാണ് പോകുന്നത്? സിങ്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന സിഗ്നൽ ആണല്ലേ. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എലമെൻ്ററി സിഗ്നൽസിൽ. ആൻഡ് നമുക്കറിയാം ഈ സിഗ്നൽ എന്താണ്? 2 ആക്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഇസ് ഓബിയസ്ലി എന്താണ്? ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 ആണ്. 3 അല്ലേ, 3 സിങ്ക് അല്ലേ. സോ ദിസ് ഇസ് ഓബിയസ്ലി ഒരു നോൺ കോസൽ സിഗ്നൽ ആസ് ഇറ്റ് എക്സിസ്റ്റ് ഓൺ ബോത്ത് ടൈം ആക്സിസ്. മനസ്സിലായി? എക്സ്പ്ലനേഷൻ കൂടെ പറയണം, ചുമ്മാ ഇങ്ങനെ എഴുതല്ലേ. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ ദ സിഗ്നൽ എക്സിസ്റ്റ് ഓൺലി ദ വാല്യൂ ഓഫ് x(t) സിഗ്നൽ വിൽ ബി ഈക്വൽ ടു 0 ഫോർ t ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. അതുകൊണ്ട് വി കൻ സേ ദാറ്റ് ദിസ് ഇസ് എ ആൻറ്റി കോസൽ, ദാറ്റ് ഇസ് എ നോൺ കോസൽ ആൻഡ് ദിസ് ഇസ് കോസൽ ഇൻ ദി കറസ്പോണ്ടിങ് കേസസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫോർത്ത് ടൈപ്പ്.